അത് പറഞ്ഞ കൂട്ടരുടെ ഇന്നത്തെ സ്ഥിതി നിങ്ങൾക്കെല്ലാം അറിയാം. കോൺഗ്രസിൻ്റെ തമ്മിലടിയും അവസാനമായി സുധീരൻ പുറപ്പെടുവിച്ച സ്റ്റേറ്റ്മെൻറ്റും അദ്ദേഹം എടുത്ത നിലപാടും അതിനോട് KPCC പ്രസിഡന്റ് പ്രതികരിച്ച രൂപവും എല്ലാം നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കണ്ടു. 5 പ്രതിപക്ഷ നേതാക്കന്മാരല്ലേ 5 ഗ്രൂപ്പുണ്ടെന്നാണ് ഇപ്പോൾ അദ്ദേഹം തന്നെ സൂചിപ്പിച്ചത്. ഇങ്ങനെ കോൺഗ്രസ് തമ്മിലടിച്ചും നിലപാടില്ലാതെയും നവകേരള സദസ്സെന്ന ആശയം മുന്നോട്ട് വന്നപ്പോൾ ജനങ്ങളാകെ ഇരമ്പിയാർത്തതിനോടൊപ്പം വരികയും ചെയ്തു കഴിഞ്ഞപ്പോൾ അവർക്കുണ്ടായ വിഷമവും വേദനയും അവർക്കുണ്ടായ അസുഖകരമായ അന്തരീക്ഷവും അതിൽ നിന്നുടലെടുക്കുന്നതാണ് ഈ അവസാനത്തെ പ്രയോഗങ്ങൾ. അണയാൻ പോകുന്ന ദീപം ആളിക്കത്തു എന്ന് പറഞ്ഞതുപോലെ നവകേരള സദസ്സ് ഞങ്ങൾ അവസാനിക്കുമ്പോൾ അവരെടുത്ത സമരമുറകളെല്ലാം പാളിയപ്പോൾ അവരുടെ ആശയങ്ങളും സമീപനങ്ങളും കോൺഗ്രസ് രാഷ്ട്രീയവും തകരുന്ന രൂപത്തിലെത്തിയിരിക്കുന്നു. ആ കോൺഗ്രസ് രാഷ്ട്രീയം തന്നെ അണയാൻ പോകുന്ന ദീപമായി മാറിയിരിക്കുകയാണ്. അതാണ് ആളിക്കത്തുന്നത്. അതിനപ്പുറത്ത് ഒരു കാര്യം അതിൽ കാണാനില്ല. കേരളത്തിൽ നിങ്ങളെല്ലാം കണ്ടതാണ്. മഞ്ചേശ്വരം മുതൽ ഞങ്ങൾ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവ് വരെ എത്തുന്നവരെ ഇരമ്പിയാർത്ത് വന്ന ജനസമൂഹത്തെ നേരിൽ കണ്ടവരാണ് മാധ്യമപ്രവർത്തകർ. ഞങ്ങളാരും വിശദീകരിക്കേണ്ട കാര്യമില്ല. വഴിനീളെ ഉണ്ടായിരുന്ന ആബാലവൃദ്ധം ജനങ്ങളുടെ ആവേശകരമായ പ്രതികരണങ്ങളും കണ്ടവരാണ് നിങ്ങൾ. ആ കണ്ടതിന് നിങ്ങൾ സത്യസന്ധമായും യാഥാർത്ഥ്യബോധത്തോടും കൂടി റിപ്പോർട്ട് ചെയ്താൽ എന്താണ് അവർ പറയുന്നതിനുള്ള മറുപടിയാവും. അതുകൊണ്ട് ഞങ്ങളിതിനെ ഒന്ന് വിശദീകരിച്ച് നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. ജനങ്ങളെ എല്ലാവരും നേരിൽ കണ്ടതാണ്. അപ്പോൾ അത്തരത്തിൽ ഏറ്റവും വിജയകരമായി നവകേരള സദസ്സ് പര്യവസാനിക്കുന്നു എന്ന് കണ്ടപ്പോൾ അതിൽ നിന്നുടലെടുക്കുന്ന അസഹിഷ്ണുതയും അസംതൃപ്തിയും ഇപ്പോൾ പുതിയ രൂപത്തിലും ഭാവത്തിലും വാചകങ്ങളിലും എല്ലാം വരുന്നു. ഏതാണ്ട് കോൺഗ്രസ് യദുകുലം നശിക്കുന്ന പോലെ തമ്മിലടിച്ച് അവസാനിക്കുന്ന ഘട്ടത്തിലേക്ക് വരികയാണ്. ഇപ്പോൾ അയോധ്യ പ്രശ്നത്തിൽ ഒരു നിലപാടുണ്ടോ? കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നേരത്തെ തന്നെ നിലപാട് പ്രഖ്യാപിച്ചു. CPIന്റെ ജനറൽ സെക്രട്ടറി പ്രഖ്യാപിച്ചു. ഭരണഘടനയെ പ്രയോജനപ്പെടുത്തിയും ഗവൺമെന്റിന്റെ മിഷണറി പ്രയോജനപ്പെടുത്തിയും ഇത്തരം ഒരു നീക്കം നടത്തുന്നത് മതനിരപേക്ഷതയുള്ള വെല്ലുവിളിയാണ്. അതുകൊണ്ട് ഞങ്ങൾ അതിൽ പങ്കെടുക്കില്ല. ഭരണഘടനാനുസൃതമായ പ്രവർത്തനം അല്ലാതെ അത് കൃത്യമായ ഒരു നിലപാട് പറയാൻ ഞങ്ങൾക്ക് കഴിഞ്ഞപ്പോൾ എന്ത് വലിയ മതനിരപേക്ഷവാദികളാണെന്ന് പറഞ്ഞ് കോൺഗ്രസിന് ഇതുവരെ അതിൽ നിലപാട് പറയാൻ കഴിയാതെ ഇപ്പം ഹിമാചൽ പ്രദേശിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞല്ലോ തീരുമാനം എടുത്താൽ ഇല്ലെങ്കിൽ ഞാൻ പോകുമെന്ന്. ഇപ്പുറത്ത് വേറെ ഒരു കൂട്ടരും പോകുമെന്ന് പറഞ്ഞു. ഉത്തർപ്രദേശ് ഘടകം പറഞ്ഞു പോകുമെന്ന് പറയുന്നു. ഇവിടെ ചില ആളുകൾ പോകുന്നതിനെതിരെ നിൽക്കുന്നു. ഇപ്പോൾ കോൺഗ്രസ് വേണം വേണ്ട വേണം വേണ്ട അവസാനം വേണ്ടണം എന്ന നയമാണ് ഇപ്പോൾ പറയുന്നത്. ആ രൂപത്തിലേക്ക് എത്തിയിരിക്കില്ലേ? അപ്പോൾ പ്രശ്നങ്ങളിൽ ഒരു നിലപാടോ ഇല്ലാത്ത രൂപത്തിലേക്ക് കോൺഗ്രസ് മാറി അതിൻ്റെ തകർച്ച അതിൻ്റെ അന്ത്യഘട്ടത്തിലേക്ക് വരുന്നു. ഏതാണ്ട് അവസാനത്തെ രൂപത്തിൽ അവരുടെ പെട്ടിയിലെ ആണി അടിക്കുന്ന രൂപത്തിൽ അവരിൽ നിന്ന് തന്നെ ആളുകൾ മുന്നോട്ട് വരുന്നു. അത് കണ്ടിട്ടാണ് ഈ പ്രയോഗങ്ങളൊക്കെ ഇപ്പോൾ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവർ അണയാൻ പോകുന്ന ഒരു ദീപമാണ്. അത് ആളിക്കത്തുന്ന രൂപത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ്. നിങ്ങൾക്കറിയാം, മുഖ്യമന്ത്രിക്കും ഗവർണർക്കുമൊക്കെ സെക്യൂരിറ്റിയെ തീരുമാനിക്കുന്നത് അവരല്ല. അതിൻ്റെ സംവിധാനമെല്ലാം നിങ്ങൾക്കറിയാം. ആരാണത് തീരുമാനിക്കുന്നത്? അതനുസരിച്ച് വിടുന്ന സെക്യൂരിറ്റി വിങ്ങിന് ആ സുരക്ഷിതത്വം ശ്രദ്ധിക്കാനുള്ള. മറിച്ച് ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. മുഖ്യമന്ത്രി വിമാനത്തിൽ കയറിയപ്പോൾ പോലും അവിടെ ആക്രമിക്കാൻ ആൾ വന്നു. അപ്പോൾ സെക്യൂരിറ്റി ഇല്ലാതെ മുഖ്യമന്ത്രിക്ക് പോകാൻ കഴിയുമോ? ഏതെങ്കിലും ഒരാൾ ആക്രമിച്ച് മുഖ്യമന്ത്രിക്ക് ഒരു പരിക്ക് പറ്റിയാൽ എന്തായിരിക്കും സ്ഥിതി? മുഖ്യമന്ത്രിയെ സ്വയം രക്ഷിക്കാൻ കഴിയാത്ത ആൾക്ക് കേരളത്തെ രക്ഷിക്കാൻ കഴിയുമെന്ന ചോദ്യം വരില്ലേ? അതുകൊണ്ട് തന്നെ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ മുഖ്യമന്ത്രിയുടെ വണ്ടിക്ക് മുമ്പിൽ ചാടി എടുക്കുന്നവർ ആരാണെന്നറിയോ? അവരുടെ യഥാർത്ഥത്തിൽ ഏത് പാർട്ടിയാണെന്നോ എന്തിനാണെന്നോ ഉള്ള ആശയങ്ങളൊന്നുമില്ല. അവരുടെ കൊടിയില്ല, അവരുടെ മുദ്രാവാക്യമില്ല. ഒരു കരിങ്കൊടിയായിട്ട് മാത്രം ആൾ ചാടുന്നു. ആ ചാടുന്നയാൾ ഏത് പാർട്ടിയാണെന്നോ എന്താണെന്നോ ഇനി തീവ്രവാദിയാണെന്നോ അറിയാൻ നോക്കൂ. അപ്പം പിടിച്ചു മാറ്റണ്ടേ? ആ പിടിച്ചു മാറ്റൽ പ്രക്രിയ സ്വാഭാവികമായി നടക്കും. ആ പ്രക്രിയ നടത്താതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉൾപ്പെടെ പറയും മുഖ്യമന്ത്രിയുടെ വാഹനത്തെയും മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ കഴിയാത്തവർക്ക് എങ്ങനെ കേരളത്തെ രക്ഷിക്കാൻ കഴിയും? അപ്പോൾ അതുകൊണ്ട് ഇതിന് മുന്നിൽ ചാടി ഒരു അപകടം സംഭവിക്കരുതെന്ന രൂപത്തിലാണ് അവരെ പിടിച്ചു മാറ്റാനുള്ള ശ്രമങ്ങളിലേക്ക് വരുന്നത്. അത് അക്രമാസക്തമായി വരുന്ന രൂപത്തിൽ അതിനെ തടയാൻ ശ്രമിച്ചവരെ പിടികൂടി പോലീസ് കേസെടുത്തിട്ടുണ്ട്. അത് സ്വാഭാവികമല്ലേ? ഏത് ഗവൺമെന്റായാലും ചെയ്യല്ലേ? എവിടെയെല്ലാം ആക്രമിക്കാനായിട്ട് അവർ ശ്രമിച്ചു. അതുകൊണ്ട് തന്നെ ആകാശത്തിലെ കാര്യം വരെ പറഞ്ഞു. AK സെന്ററിന് എറിയാൻ വന്നില്ലേ? ഇങ്ങനെ എത്ര കാര്യങ്ങൾ വന്നു. ഇതെല്ലാം അവരുടെ ഭാഗം തന്നെ. ട്രെയിനിൽ പോകുന്ന EP ജയരാജനെ വെടിവെക്കാൻ ചുമതലപ്പെടുത്തിയവരല്ലേ കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ നേതാക്കന്മാർ? അത് ഇന്നും ജയരാജന്റെ കഴുത്തിൽ ഉണ്ടയായിട്ട് നടക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ശത്രുക്കളെ ഒരുക്കി വിടുന്ന അക്രമ രാഷ്ട്രീയത്തിന്റെ ശൈലിയും സ്വഭാവവും അവരിൽ നിൽക്കുകയാണ്. അത് അവരിപ്പോഴും തുടരുന്നു. അതിന് എല്ലാ അർത്ഥത്തിലും നമുക്ക് ഈ കാര്യത്തിൽ സുരക്ഷിതത്വം ഉറപ്പാക്കിക്കൊണ്ടല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും.
അതല്ലാത്ത വേറൊരു കാര്യം എന്താ അതിനകത്തുള്ളൂ? മറ്റൊരു കാര്യം, ഈ ബിഷപ്പുമാർ പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്തത് അത് തെറ്റാണോ? എന്താണ് നിലപാട്? അത് തന്നെ സംബന്ധിച്ച് ആധികാരികമായി CM ഇന്നലെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെല്ലാം വ്യക്തമാക്കി. അല്ല, വ്യക്തിത്വമായി പറഞ്ഞു. പങ്കെടുത്തതിനെ സംബന്ധിച്ചല്ല അദ്ദേഹം പറഞ്ഞത്. അവിടെ പ്രശ്നം മൂടിയെടുത്ത ഒരു ശൈലി മണിപ്പൂരിൽ എത്രയോ പള്ളികൾ കത്തിച്ച്, എത്രയോ വലിയ രൂപത്തിൽ ന്യൂനപക്ഷങ്ങളെ ആക്രമിച്ച് ശവം പോലും മറയുമ്പോൾ കൂട്ടിയിട്ടിരുന്ന സന്ദർഭമുണ്ടായി. അത്തരത്തിലുള്ള സാഹചര്യം എല്ലാം ഒരുക്കിയിട്ട് ഒരിക്കൽ പോലും ആ മണിപ്പൂരൊന്ന് സന്ദർശിക്കാനോ ആ വിഷയത്തിൽ ഇടപെടാനോ തയ്യാറാകാതിരുന്ന പ്രധാനമന്ത്രി ഇപ്പോൾ അവിടുത്തെ ആളുകളെ വിളിച്ച് വിരുന്നൊരുക്കി ഈ ശൈലി കാപട്യമാണെന്ന് പറഞ്ഞു. അതാണ് നിലപാട്. ആ കാപട്യേ പറഞ്ഞുള്ളൂ, അല്ലാതെ വേറെ അതിനകത്തൊരു കാര്യം പറഞ്ഞില്ല. അപ്പോൾ അത് ആധികാരികമായി മുഖ്യമന്ത്രി പരസ്യമായി തന്നെ പ്രസംഗിച്ച കാര്യമാണ്. ഇല്ല, അദ്ദേഹം പറഞ്ഞ കാര്യം ഞാൻ കണ്ടില്ല. നിങ്ങൾക്ക് കാണാതൊരു കാര്യത്തെക്കുറിച്ച് ഇല്ല. CPM-നുള്ള ആധികാരികമായ നിലപാട് CPM-ന്റെ സെക്രട്ടറിയും പറഞ്ഞു. ഗവൺമെന്റിനുള്ള നിലപാട് മുഖ്യമന്ത്രി ആധികാരികമായി പറഞ്ഞു. അതിനപ്പുറത്തൊന്നും പറയാനില്ല.